എറണാകുളം തൃപ്പൂണിത്തുറയിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദീകരണവുമായി ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. റാഗിംഗ് പരാതി ഇതുവരെ കുടുംബം ഉന്നയിച്ചിട്ടില്ല. അധ്യാപകരോടും റാഗിങ്ങിനെക്കുറിച്ച് മിഹിർ ഒന്നും പറഞ്ഞില്ല എന്നും സ്കൂൾ വിശദീകരിക്കുന്നു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, അതിഗുരുതരമായ ആരോപണമാണ്, പരാതിയാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അമ്മ ഉയർത്തുന്നത്. DGPയെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരാതിയിലെ ഉള്ളടക്കത്തിൽ ഈ സ്കൂൾ അധികൃതർക്കെതിരെയും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിനിടെ ഈ മാനേജ്മെന്റിന്റെ വിശദീകരണം എങ്ങനെ, വിഷ്ണു? ഗുരുതരമായ പരാതിയാണ് മെഹിർ അഹമ്മദിന്റെ കുടുംബം ഈ സ്കൂളിനെതിരെ പ്രത്യേകിച്ച് ഉന്നയിച്ചിരിക്കുന്നത്. അവിടുത്തെ ചില വിദ്യാർത്ഥികൾ ആ കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു, അതിന് ശാരീരികമായി ഉപദ്രവിച്ചു, തരത്തിലുള്ള ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ സ്കൂൾ അതിനെ പൂർണ്ണമായും തള്ളുകയാണ്. സ്കൂൾ മാനേജ്മെന്റ് അത്തരത്തിലുള്ള ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ഏറ്റവും പ്രധാനമായി ഇത്തരത്തിൽ നവംബറിലാണ് ആ കുട്ടി ഇവിടെ പഠിക്കാനായി എത്തുന്നത്. ഏകദേശം 1.5 മാസം മാത്രമാണ് സ്കൂളിൽ ചിലവഴിച്ചത്. ആ ഘട്ടത്തിലൊന്നും സ്കൂളിനെതിരെയോ അല്ലെങ്കിൽ ഇത്തരം കുട്ടികൾക്കെതിരെയോ ആർക്കെതിരെയും മെഹിറിന്റെ കുടുംബമോ പരാതി നൽകിയിട്ടില്ല, ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടില്ല. പിന്നീട് പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു പരാതി വന്നത് എന്ന് തങ്ങൾക്ക് അറിയില്ല. എന്തായാലും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. ഇന്നലെ എറണാകുളത്തെ ഹിൽ പാലസ് പോലീസിലെ SHO ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ നിന്ന് വിവരങ്ങളൊക്കെ ശേഖരിച്ചിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിരുന്നു. ഈ ആത്മഹത്യ നടക്കുന്ന ദിവസം, അതായത് ജനുവരി 15-ാം തീയതി രാവിലെയാണ് മെഹിർ സ്കൂളിലേക്ക് എത്തുന്നത്. അന്ന് ബാസ്കറ്റ്ബോൾ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ പങ്കെടുത്ത വലിയ സന്തോഷത്തോടു കൂടി തിരികെ പോയി എന്നാണ് CCTV ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നതെന്നാണ് ഈ സ്കൂൾ അധികൃതർ പറയുന്നത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. നിലവിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ ഈ റാഗിങ്ങിന്റെ ഭാഗം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്യുന്ന കാര്യത്തിലേക്ക് പോകും. നിലവിൽ അത്തരം സാഹചര്യങ്ങളിലേക്കൊന്നും ഈ പരാതിയിൽ ചില ചാറ്റുകളുടെ വിവരങ്ങൾ, ചില സ്ക്രീൻഷോട്ടുകൾ, ഇതൊക്കെ ഈ കുട്ടിയുടെ അമ്മ തന്നെ പരാതിക്കൊപ്പം കൈമാറിയിട്ടുണ്ട്. ചില പ്രാഥമികമായ തെളിവുകൾ കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ നേരത്തെ പുറത്തു വന്ന വിവരം. അത് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണവും ഉണ്ടാകുന്നു. ഈ ആരോപണ വിധേയരായ കുട്ടികളിൽ നിന്നടക്കം വിവരം തേടുന്ന നടപടിയിലേക്ക് എപ്പോൾ കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്, വിഷ്ണു? കഴിഞ്ഞ ദിവസം ഈ പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തി ഈ ആരോപണ വിധേയരായ ചില കുട്ടികളെ കണ്ട് സംസാരിച്ചു. അവർക്ക് നിലവിൽ പരീക്ഷ നടക്കുകയാണ്. അതുകൊണ്ട് പോലീസിനും സംസാരിക്കുന്നതിൽ പരിമിതികളുണ്ട്. പക്ഷെ അവരോട് വിവരങ്ങൾ തേടിയിരുന്നു. ഒപ്പം സ്കൂളിന്റെ കൗൺസിലേഴ്സ് വിഭാഗവും ഈ കുട്ടികളോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അവരൊന്നും ഒരു തരത്തിലും ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടില്ല എന്നൊരു മറുപടിയാണ് സ്കൂൾ അധികൃതർക്കും പോലീസിനും നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ശാസ്ത്രീയ പരിശോധനയും അതോടൊപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലും ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കുട്ടികളുടെ പരീക്ഷയൊക്കെ പൂർത്തിയായ ശേഷമായിരിക്കും അത്തരം നിലപാടിലേക്ക് കടക്കുക. CCTV ദൃശ്യങ്ങളടക്കം ഇവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റാഫുകളുടെ, ഇവിടുത്തെ ഉന്നത ജീവനക്കാരുടെ ഒക്കെ മൊഴിയെല്ലാം ഇന്നലെ പോലീസ് രേഖപ്പെടുത്തി. അതിന് പുറമെയാണ് ഇന്ന് സ്കൂൾ അധികൃതരോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ അടുത്ത നടപടി ഉണ്ടാകേണ്ടത് ഈ റാഗിങ്ങിന്റെ ഒരു പരാതി വന്ന പശ്ചാത്തലത്തിൽ ആ വകുപ്പ് കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് മെഹിറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. ഈ റാഗിങ്ങിന്റെ പരാതി വന്ന പശ്ചാത്തലത്തിൽ ഈ വിശദമായ അന്വേഷണം, പ്രാഥമികമായ അന്വേഷണമൊക്കെ നടത്തി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ആ വകുപ്പ് ആഡ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. നിലവിൽ തൃക്കാക്കര ACPയുടെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിദാരുണമായ അല്ലെങ്കിൽ ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണ് കുടുംബം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ആ ആരോപണങ്ങളെല്ലാം തള്ളുന്നതാണ് സ്കൂളിന്റെ നിലപാട്. അത്തരത്തിൽ ഒരു അറിവോ അല്ലെങ്കിൽ മുൻപ് സമാനമായ പരാതികളോ ഒന്നും തന്നെ ഈ സ്കൂൾ അധികൃതർക്ക് മുൻപിലേക്ക് എത്തിയിട്ടില്ല എന്നവർ പറയുന്നു. TK